Hi dears, Fashion Week Designs in ഒരു സാരീസ് കളക്ഷൻസിലേക്ക് സ്വാഗതം. ഫാബ്രിക് വന്നിട്ട് സെമി റോച്ചൂട്ട് ഫാബ്രിക് ആണ്. വളരെ ലാസ്റ്റ് ചെയ്യുന്ന റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്. ആൻഡ് ഇതിൻ്റെ എല്ലാ കളേഴ്സും ബേസ് വൈറ്റ് എന്ന് പറഞ്ഞൊരു ഓഫ് വൈറ്റ് പോലെ നിൽക്കുന്ന ഷെയ്ഡാണ് ബേസ്. ഈ സ്ട്രൈപ്സിൽ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് വരുന്നത്. ഫസ്റ്റ് വണ്ണിൽ വന്നിട്ട് ഒരു റെഡ് ഷെയ്ഡാണ് ചെയ്തിരുന്നത്. നമുക്കതൊരു കാഷ്വൽ വെയർ ഫോമിലും അല്ലെങ്കിൽ ഇനി ചച്ച് വെയർ അങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു കളർ ഷെയ്ഡാണ്. കണ്ടില്ലേ, നല്ല കളർ ഷെയ്ഡാണ്. വളരെ അടിപൊളിയായിട്ട് ഡ്രൈപ്പ് ചെയ്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും. അതിന് ഇഷ്ടമുള്ള പോലത്തെ ഒരു ലൈറ്റ് ബോർഡർ രണ്ട് സൈഡ്സിലും വരുന്നുണ്ട്. ചെറിയൊരു കസവ് ബോർഡർ പോലത്തെ ഒരു ഗോൾഡൻ ബോർഡർ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ബോർഡറാണ് ഇതിൽ ചെയ്തേക്കുന്നത്, ഒരു ലൈറ്റ് ബോർഡർ. ആൻഡ് ഇതിൻ്റെ പല്ലു വന്നിട്ട് ഈ ഒരു ഫോമിൽ നിൽക്കും. സ്ട്രൈപ്സ് എൻഡ് കുറച്ചിങ്ങനെ പ്ലെയിൻ ആയിട്ട് കണ്ടില്ലേ, ചെറിയ ലൈൻസ് പോലെ. അതായത് റോച്ചൂട്ടിനെ തന്നെ കുറച്ചും കൂടെ തിന്നായിട്ടുള്ളൊരു എൻഡ് കൊടുത്തേക്കുന്നു വിത്ത് ടാസിൽസ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ജസ്റ്റ് സെയിം റോച്ചൂട്ട് ഫാബ്രിക് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഈ സ്ലീവ്സ് പോർഷനിൽ മാത്രം ഈ ഒരു ബോർഡർ കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ സ്ട്രൈപ്സ് കളേഴ്സ് നോക്കിയാൽ മതി. ഫാബ്രിക്കിൻ്റെ എല്ലാ കളേഴ്സും സെയിം തന്നെയാണ്. ഈ ഓഫ് വൈറ്റിലാണ്, ആകെ ഈ സ്ട്രൈപ്പിൽ കൊടുത്തിരുന്ന കളറിൽ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. ഫസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് നോക്കി. ഇതിലൊരു ചെറിയൊരു യെല്ലോയും ഗ്രീനും ബ്ലണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ക്ലാസി ആയിട്ടുള്ള കാഷ്വൽ ഫോമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫാബ്രിക് ആണ്, ലാസ്റ്റ് ചെയ്യുന്ന ഫാബ്രിക് ആണ്. ആൻഡ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കാറ്റലോഗുമാണ്. 1190 ഇതിൻ്റെ പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ആൻഡ് ഇതിൽ ഒരു സിൽവർ മുന്നേ കണ്ടതിൽ ചെറിയൊരു ഗോൾഡൻ ബോർഡറും ഇതിൽ അത് ഒരു കളേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ ബോർഡർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കുറച്ചും കൊണ്ടൊരു ഈ ഒരു സിൽവർ ബോർഡറാണ് കൊടുത്തേക്കുന്നത്. ഇത് ഗ്രീൻ ആണ്, വീഡിയോയിൽ ബ്ലൂ ആയിട്ടാണ് ഈ ലൈൻ വരുന്നത്. ഇത് പ്രിന്റ് ചെയ്തേക്കുന്നതല്ല, അല്ലാതെ എംബ്രോയിഡറി അല്ല, ആ ഒരു പ്രിന്റഡ് ഫോം ആണ് ഇതിൽ ഫുള്ളി വന്നേക്കുന്നത്. അതിൻ്റെ ഗ്രീൻ ഷെയ്ഡാണ്, ഒരു അക്വാ ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ബേസ് സെയിം. എൻ്റെ ബോർഡർ ഇതിൻ്റെയും ലൈറ്റ് ഗോൾഡൻ ബോർഡറാണ്. ഇതാണ് എൻ്റെ പല്ലു വന്നിരിക്കുന്നത്. പല്ലു വരുമ്പോൾ കുറച്ചും കൂടി ഒരു ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ ഫിനിഷ് ഉണ്ട്. കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് പല്ലുവിൻ്റെ പോർഷൻ കൊടുത്തേക്കുന്നത്. ഇത് ഈ ബേസ് ഫാബ്രിക്കിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ്. അതായത് ആ നൂലിൻ്റെ ഇഴകൾ തമ്മിൽ കുറച്ചുകൂടെ ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ആ ഫാബ്രിക് ബോർഡറിൽ വരുന്നത്. വിത്ത് ബ്ലൗസ് 1190 പ്രൈസ്. ഇതിൻ്റെ അകത്തെ കോംബോ വന്നിട്ട് ഇതിൽ വേറെ അധികം ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. ഇതിലെ കോംബോ വന്നിട്ട് കണ്ടില്ല, ഒരു ഓറഞ്ച് ആണ്, പക്ക ഓറഞ്ച് അല്ല, ചെറിയൊരു റെഡ് ബ്ലണ്ടഡ് ആയിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് വൺ ഇതിൽ ബ്ലൂ ആണ്, ഡാർക്ക് സ്കൈ ബ്ലൂ കോമ്പിനേഷൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. സെമി റോച്ചൂട്ട് ഫാബ്രിക് ആണ്. അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ള ടൈപ്പ് ഫാബ്രിക് ആണ്. നല്ല ഡ്രേപ്പ് ചെയ്താൽ നല്ല സ്റ്റിഫായിട്ടും ടീച്ചേഴ്സിനൊക്കെ മെയിൻലി ഭയങ്കര ഇഷ്ടമാവുന്ന ടൈപ്പ് ഒരു കാറ്റലോഗ്. അപ്പോൾ ഇത്രയും കളർ ഷീറ്റ്സ് ആണ് ഈ പ്രിന്റിൽ വരുന്നത്. ബേസ് സെയിം കളർ, ഫാബ്രിക് എല്ലാത്തിലും സെയിം. ആകെ ഈ ഒരു സ്ട്രൈപ്സിൻ്റെ ലൈനിൽ ചെയ്തേക്കുന്ന കളറിൽ മാത്രമേ എല്ലാത്തിലും വേരിയേഷൻ ഉള്ളൂ. 1190 പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.